ഒരു വ്യക്തി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, മറ്റുള്ളവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും തങ്ങളുടെ ഭാഗം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? സുഹൃത്ത് പറഞ്ഞു തുടങ്ങി. പണ്ടൊരു നാട്ടിൽ ഒരു കഴുതയും പുലിയും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. വിഷയം മറ്റൊന്നുമല്ല. പുലി പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണ്. പക്ഷെ കഴുത സമ്മതിച്ചില്ല. കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം നീലയാണ്. എവിടെയും എത്താത്ത ഈ വാക്കുതർക്കം മഹാരാജാവായ സിംഹരാജന്റെ അടുത്ത് ചെന്നു. സിംഹത്തിനോട് പുലിയും കഴുതയും നടന്ന വിഷയം പറഞ്ഞു. സിംഹം പറഞ്ഞു, കഴുത പറഞ്ഞതാണ് ശരി, പുല്ലിന്റെ നിറം നീലയാണ്. അട്ടഹസിച്ചുകൊണ്ട് കഴുത നടന്നുപോയി. പുലിയോട് പറഞ്ഞു, കേട്ടില്ലേ നീ പറഞ്ഞത്, പുല്ലിന്റെ നിറം നീലയാണെന്ന്. ഞാൻ പറയുന്നതാണ് ഇപ്പോഴും ശരി. പുലി സിംഹത്തോട് ചോദിച്ചു, അങ്ങേക്കറിയാമല്ലോ പുല്ലിന്റെ നിറം പച്ചയാണ്, പിന്നെ എന്തുകൊണ്ടാ അങ്ങ് സമ്മതിച്ചു കൊടുത്തത്? സിംഹം പറഞ്ഞു, എടോ സുഹൃത്തെ, നീ ബുദ്ധിമാനാണ്. കഴുതയോട് വാഗ്വാദം വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു മണ്ടനോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവിടെ സംസാരിച്ചു തീരുന്നത് രണ്ട് മണ്ടന്മാരാണ്. പുല്ലിന്റെ നിറമല്ല അവനോട് സംസാരിച്ചപ്പോൾ മാറിയത്, നിന്റെ മനസമാധാനമാണ് മാറിയത്. ചില വ്യക്തികൾ അങ്ങനെയാണ്. അവർക്ക് ശരിയേതാ എന്നതല്ല അറിയേണ്ടത്, തങ്ങളുടെ ഭാഗം എപ്പോഴും ശരിയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അത്തരക്കാരെ അവരുടെ വഴിക്ക് വിടും. നിങ്ങളുടെ മനസമാധാനമാണ് ഏറ്റവും വലുത്.